welcome, Mr. Tutura. Tutu. പേടിച്ചു പോയോ? പേടിക്കണ്ട. പേടിക്കാൻ ഞാൻ സിംഹമോ മറ്റോ ആണോ? വാ, ഇങ്ങടുത്ത് വാ. വാ, ഞാനൊന്നും ചെയ്യില്ല. മനോഹരമായ പൂവിനെ നിന്നെ കണ്ടപ്പോൾ ഒരു തുള്ളി അകത്താക്കാതെ ഒരു ബോട്ടിൽ മുഴുവൻ അകത്താക്കിയ ലഹരി എനിക്ക്. നിന്നെ കണ്ട അന്ന് നിർത്തിയതാ ഞാൻ വെള്ളമടി. നീ ഉള്ളപ്പോ പിന്നെ എന്തിനാണ് ലഹരി? വാ വാ, ഇങ്ങടുത്ത് വാ. വേണ്ട. അറുവുമാടിനെ പോലെയാണ് നീ. ഇന്നല്ലെങ്കിൽ നാളെ അറുപത്തിക്ക് നീ ഇരയാകും. ഇരയായേ പറ്റൂ. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട, പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊരു പാവ. എവിടെ പോകാനാണ് നീ? നിനക്ക് ചുറ്റും ചുവരുകളാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ നിനക്കാവില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. എന്ത് പറഞ്ഞടി മോളെ? എന്നൊന്ന് കൊന്നു തരോ? ഇങ്ങനെ മരിച്ചു ജീവിക്കണേക്കാളും ഭേദം അതാ. അങ്ങനെ നിന്നെ കൊല്ലാൻ പറ്റൂ? നേഴ്സ് അന്ന് പറഞ്ഞു കൊണ്ടുവന്ന് നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ? സുഖമില്ലാത്ത എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. മുടക്കിയ പണം തിരികെ കിട്ടാതെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ കൊച്ചേ? നിനക്കെന്താടി ഒരു പ്രത്യേകത? വഴങ്ങിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് നരകിക്കും. നരകിച്ചും മരിക്കാതെ ജീവിക്കും. ജിത്തുരാജിന്റെ കഴുകൻ കണ്ണുകളിൽപ്പെട്ട ഒരു മാൻപേടിയും ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇനിയും ഞാൻ സമയം തരാം. ആലോചിക്ക. 2 ദിവസം, 2 ദിവസം വരും ജിത്തുരാജ്. ഇനിയും പക്ഷേ ഇതുപോലെ ആയിരിക്കില്ല. ഇന്നൊരു മോന്തി ഇവിടെ കഴിയാം. ഞങ്ങള് കുറെ ആണുങ്ങളെ ഇടയിൽ ഒരു പെൺകുട്ടി. ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ അറിയാലോ. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. തൽക്കാലം അതൊന്നും ആരോടും പറയണ്ട. പേടിയൊക്കെ മാറിയില്ലേ? ഒന്ന് ചിരിക്കടോ. ഞങ്ങളൊക്കെ കുടുംബങ്ങളുള്ളവരാ. മനുഷ്യന്റെ വിഷമം മനസ്സിലാക്കാനുള്ള മനുഷ്യത്വം കുറച്ചൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. മനസമാധാനായി ഉറങ്ങിയിട്ട് കാലം കുറെ ആയി അല്ലേ? ഉടുക്കാനും മാറാനും ഒന്നുമില്ലേ? അൻവറേ, നീ നാളെ ലീവാക്ക്. എന്തേ ലീവ് കിട്ടൂലേ? എടുക്കാം. നീ ഇവളെയും കൂട്ടി അസീസിന്റെ വണ്ടിയിലെ വക്കീലിന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. മടങ്ങുമ്പോ ഏതെങ്കിലും ഒരു ഷോപ്പ് കയറി കുറച്ച് ഡ്രസ്സും വാങ്ങിക്കൊടുക്കണം. ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള എനിക്ക് ഇത്രയും സ്നേഹം നൽകാൻ നിങ്ങളൊക്കെ എന്നെ ആരാ? എന്നെ ബേജാറിന്റെ അലാക്കിലാക്കല്ലേ കുട്ടിയെ. പുറം നാട്ടിലെത്തുമ്പോ വല്ലാത്തൊരു സ്നേഹം നമ്മള് മലയാളികൾ തമ്മില്. കരളുരുകി കരഞ്ഞതല്ലേ നീ? നിന്റെ കണ്ണീര് പടച്ചവും കണ്ടു എന്ന് കൂട്ടിക്കോ. ഒരായുസ് മുഴുവൻ കരയേണ്ടത് നീ കരഞ്ഞു തീർത്തില്ലേ? ഇനി കരയരുത്. അത് ജീവിതത്തിലൊരു വാശിയായിരിക്കണം. എന്തേ കരയോ നീ? ഇല്ല. Let your time be better with SWC watches. Style that stays forever. Have a cool time. Jamal Majid Establishment, the sole distributor in UAE.
അച്ചായൻ കറി വരുമ്പോൾ കുഞ്ഞിക്കോയി പിയോ പിയോ. മൊയ്തുണ്ണി, ഞാനൊന്ന് തനിച്ച് ഇവിടെ ഇരുന്നോട്ടെ. എന്തോളി ഇങ്ങളെന്തേലും പറഞ്ഞോളി. മൊയ്തുണ്ണി, നിനക്കറിയാൻ മേല, എന്നെ ആർക്കും അറിയാൻ മേല. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ എന്നൊരു വഴക്കാളിയാ. അപ്പച്ചന്റെയും അമ്മച്ചയുടെയും മുന്നിൽ വർഗീസ് ഒരു താന്തോന്നിയാ. അച്ചായോ? ഒരു ഫിലിപ്പിനി പെണ്ണുമായി എന്റെ തല തെറിച്ച അനിയൻ ഇഷ്ടത്തിലായിരുന്നു. ഒരു ദിവസം അവര് തമ്മി ഒന്ന് രണ്ടും പറഞ്ഞ് തെറ്റി. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അവക്കിട്ട് അടിവയറ്റിലൊരു തൊഴി. അവിടെ വെച്ച് തന്നെ ആ പെങ്കുച്ചിന്റെ കഥ കഴിഞ്ഞു. എന്നിട്ട് പിന്നെന്താ ആവാൻ, കേസായി, വിധിയായി, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുക. അഞ്ചാറ് വർഷം ഒരു മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടും അച്ചായൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എന്തു പറയണം, എന്റെ അനിയൻ ഒരു കൊലപാതകയാണെന്നും 8 വർഷമായി അവൻ ജയിലിലായിട്ട്. അതിനുശേഷം ഞാൻ അബുദാബിയിൽ നിന്ന് ദുബായിൽ വന്നു. വയസ്സായ അപ്പച്ചനും അമ്മച്ചയ്ക്കും മരിക്കണതിന് മുമ്പ് അവനൊന്ന് കാണാൻ പറ്റുമോ? എനിക്കൊന്നും അറിയാൻ മേല എന്റെ ഈശോയെ. നമ്മളിവിടെ ഒരു മുറിയിൽ കുടുംബം പോലെ ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞിട്ട്, എന്നിട്ടും നമുക്കിടയിൽ ഓരോ മതിലുകളുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ മണൽക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. പരദേശി പരദേശി മരുപ്പച്ച തേടും. പരോളിന് ഇറങ്ങിയ ജയിൽപ്പുള്ളിയുടെ ജീവിതം പോലെയാ ലീവിന് വരുന്ന ഗൾഫുകാരൻ്റെ അവസ്ഥ. ഒരു തിരിച്ചുപോക്കിന് നിർബന്ധിക്കുന്ന ജീവിത സാഹചര്യമാണ് ഞങ്ങളുടേത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും നൽകി ദുഃഖത്തിൽ എരിഞ്ഞടങ്ങി സങ്കടം പോലും ആരോടും പറയാൻ കഴിയാതെ വിങ്ങി വിങ്ങി സ്വയം ഇല്ലാണ്ടാവാൻ വിധിക്കപ്പെട്ടവരാ ഞങ്ങൾ. വേണ്ടനവറി, എൻ്റെ നൊമ്പരക്കൂട്ടിൽ ഒരു ചിറകൊടിഞ്ഞ പക്ഷിയാവാൻ കണ്ണീരും നോവുമായി കഴിയാൻ നീ വരണ്ട. ഓ അങ്ങനെ എല്ലാം സ്വയം അങ്ങ് തീരുമാനിച്ചോ? കോടതി പോലും വിധി വെക്കുന്നതിന് മുമ്പേ പ്രതിയുടെ മൊഴി കേൾക്കുമല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സൂര്യനെ മോഹിച്ച പെൺകുട്ടിന്നൊക്കെ കഥയിൽ വായിച്ച പോലെ ഒരു മണ്ടിപ്പെണ്ണ്. ഓരോ വരവിലും നിന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ കഴിയണില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ദരിദ്ര കുടുംബത്തിലെ ഏക ആശ്രയമാണ് ഞാൻ. എന്നെ മാത്രം പ്രതീക്ഷിച്ച് കഴിയുന്ന ഉമ്മയും 7 സഹോദരങ്ങളും, 6 സഹോദരിമാരുടെ കല്യാണം, അനിയനെ പഠിപ്പിക്കണം. ഇവരെ ഒന്നൊരു കരക്കടിപ്പിക്കാതെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതൊക്കെ കഴിയുമ്പോൾ കാലം കുറേ ആവും. അപ്പോഴേക്കും ഞാനൊരു കിളവനായിട്ടുണ്ടാവും. നീയും അതെ. വേണ്ടെന്ന് പറയും, വേണ്ട. എന്നെ സ്നേഹിച്ചെന്ന കുറ്റത്തിന് നിനക്കൊരു ജീവിതം ഇല്ലാണ്ടാവരുത്. പിന്നെന്തിനാ എന്നെ മോഹിപ്പിച്ചത്? പറയൂ, എന്തിനാ എന്നെ മോഹിപ്പിച്ചത്? ഞാൻ കിനാവ് കണ്ടില്ലേ ഒരുപാട്. നൗറി, നമ്മുടെ ഇഷ്ടമൊക്കെ ഇന്നലെ കണ്ട പകൽക്കിനാവ് പോലെ മറന്നൂടെ? അങ്ങനെ മറക്കാൻ പറ്റുമോ? പാടില്ലായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. മണൽക്കാറ്റിൽ ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട എന്നെപ്പോലെ ഗൾഫുകാരൻ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. സഹിച്ചോളാം, ഞാൻ കാത്തിരുന്നോളാം. പക്ഷേ എല്ലാവർക്കും ഒടുവിൽ ആ ഹൃദയത്തിൽ എനിക്കൊരിടമുണ്ടാവില്ലേ? ആ പ്രതീക്ഷയോടെ ഞാൻ കിനാവ് കണ്ടോട്ടെ. എന്നാലും മറക്കാൻ മാത്രം എന്നോട് പറയരുത്. അതിലും ഭേദം നിങ്ങൾ എന്നെ കൊല്ലുന്നതാ. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. നൗറി, പ്ലീസ്.
എന്താൻ പറയേ ഒറ്റക്കിരുന്ന് കരയാ നീ? എന്താന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. സുലൈമാനിലെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിച്ചാ തലവേദന മാറും. ഇന്നലെ ഉറങ്ങിയിരുന്നില്ല അല്ലേ? അതുകൊണ്ടായിരിക്കും തലവേദന. എവിടെ താമസിപ്പിച്ചു മീരയെ? നമ്മുടെ ഡോക്ടർ ബാബുവിന്റെ അവിടെ. ഈ പുകിലൊക്കെ ഒന്ന് തീരുന്നത് വരെ അവിടെ നിൽക്കട്ടെ. ഓ, ജോലിക്കൊന്നും പോവാതെ ഇവിടെ ലീവ് എടുത്ത് സുഖിച്ചിരിക്കല്ലേ? എനിക്ക് പറ്റിയൊരു പണി തരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. 24 hours മരിച്ചു പണിയെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള മലബാറികൾ ഒരു കാലത്തും നന്നാവില്ല. ബികോമിന് എവിടെയും ക്ലച്ച് പിടിച്ചില്ലേ? നിങ്ങളെപ്പോലെ ലൈഫ് കളയാൻ എന്നെ കൊണ്ട് പറ്റൂല കാതർക്ക. ഒരു ബികോംകാരന് ഇവിടെ ഒരു അന്തസ്സുമില്ലേ? കുട്ടിയെ, ഭൂമി ഉരുണ്ടിട്ടാ, പരന്നിട്ടല്ല. പിക്കാസുമായിട്ട് ബികോംകാരാണിപ്പോ പൊരയണ വെയിലത്ത് റോഡ് പണി എടുക്കണേ. അറിയോ നിനക്ക്? കാതർക്ക പ്ലീസ്, നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഇൻസൾട്ട് ചെയ്യരുത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയല്ലോ തോട്ടിപ്പണി എടുക്കാൻ. നിന്നെ കൊണ്ട് അതിനും പറ്റൂല. കാരണം നാറ്റം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂ, നാറ്റം മാറ്റാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എനിക്കിവിടെ മടുത്തു. ഇവിടെ കിടന്ന് എന്റെ ലൈഫ് തകർന്നു പോകും. അതുകൊണ്ട് എന്നെ ക്യാൻസൽ ചെയ്ത് വിട്ടേക്ക്. വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പോക്കറ്റ് മണിയായിട്ട് ഒരു ₹500,000 ഇന്ത്യൻ രൂപീസ് തന്നാ മതി. അത് വളരെ ചീപ്പല്ലേ? എന്താടാ നീ പറഞ്ഞ? ക്യാൻസൽ ചെയ്ത് വിടാനോ? എത്ര പെട്ടെന്ന് നിനക്കിങ്ങനെ പറയാൻ കഴിഞ്ഞു? എന്റെ കഷ്ടപ്പാടിന് ഒരു വിലയില്ല അനിയാ. എത്ര പണമാണ് നിനക്ക് വേണ്ടി ചെലവഴിച്ചെന്നറിയോ? നാശം തുടങ്ങി കണക്ക് കുറച്ചില്. കണക്ക് പറയുമ്പോ നിനക്ക് പിടിക്കണില്ലല്ലേ? കണക്ക് നീ ഇന്നവരെ അറിഞ്ഞിട്ടില്ല, ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. നിനക്ക് 2 വയസ്സുള്ളപ്പോഴാ നമ്മുടെ വാപ്പ മരിക്കുന്നത്. അൻവറേ, ഒരു കർക്കിട മാസത്തെ പേമാരിയിൽ പറക്കുമുറ്റാത്ത 8 മക്കളെയും ചേർത്ത് പിടിച്ച് ചോർന്നൊലിക്കുന്ന വീടിന്റെ ചോരാത്ത ഭാഗത്ത് നമ്മളെയും ചേർത്ത് നിർത്തിയുള്ള ഉമ്മാടെ കരച്ചില് ഇന്നും എന്റെ നെഞ്ചിനകത്തുണ്ട്. ഓർമ്മയുണ്ടാവില്ല നിനക്ക്? അന്ന് ചെറുതായിരുന്നു മോനെ. അതൊക്കെ ഇപ്പോ അറിയണം കാതർക്ക. ഒന്നും അറിയിക്കാതെ വളർത്തിയോണ്ടാ ഇവൻ ഇങ്ങനെ. പ്രീ ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സായിട്ടും തുടർന്ന് പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. പഠിപ്പിക്കാൻ ഉമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. നാട്ടിൽ പല പല ജോലിയും നോക്കി. ഒരു 18കാരൻ എത്ര കിടന്ന് പഠിച്ചാലും എങ്ങനെ 8 പേര് കഴിയാ? 13ാമത്തെ വയസ്സ് തുടങ്ങിയതാ ഈ ചുമടെടുക്കുന്ന പണി. എനിക്കൊരു വിഷമമില്ല. കൂടെപ്പിറപ്പുള്ള സന്തോഷം അത് മതിയായിരുന്നു എനിക്ക്. ഈ തോളത്ത് കെടുത്തിയ നിന്നെ വളർത്തിയ ഒരു ഏട്ടനായല്ല, ഒരു വാപ്പയായിട്ട്. ഇതായിപ്പോ ഇത്ര വലിയ ആനക്കാരിയായിട്ട് പറയണ? നിനക്കത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് തന്നേ. എനിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങള് എന്റെ സഹോദരങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം നീ നേടണമെന്ന് ഞാൻ മോഹിച്ചു. എന്റെ അനിയൻ പഠിച്ചു പഠിച്ച് വലിയൊരാളാണെന്ന് ഈ ഇക്ക മോഹിച്ചു പോയി. പറയട്ടത്തൊന്നും ഇക്ക വലിയ ത്യാഗം ചെയ്തെന്ന്. എന്ത് തന്നു ഇക്ക പറയുന്നത്? എഞ്ചിനീയറിംഗ് ചേരാൻ വേണ്ടി 5 lakh മണിക്ക് വേണ്ടി ചോദിച്ചപ്പോ ഇക്ക തന്നോ? അതുകൊണ്ടാ ഞാനൊരു ബികോംകാരനായി. എന്തിന്? ഫ്രണ്ട്സൊക്കെ ന്യൂ ഫാഷനായിട്ട് ചെത്തി കിടക്കുമ്പോ ഞാനൊന്ന് ഓൾഡ് ഫാഷനുമായി ഒതുങ്ങിക്കൂടി. നാണം കൊണ്ട് ഫ്രണ്ട്സിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റിയിരുന്നില്ല. അതാണ് എന്റെ വിധി. പറഞ്ഞിട്ടെന്താ? അതൊക്കെ പോട്ടെ. ഒരു 2 വീലറിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ആർക്കും വേണ്ടാത്ത ഒരു തല്ലിപ്പൊളി 95 മോഡൽ ഹീറോ ഹോണ്ട എനിക്ക്. പിന്നെ ഇക്ക ആർക്ക് വേണ്ടി ജീവിച്ചെന്നാ പറയണേ? ഏതായാലും എനിക്ക് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയാ? ഇക്കയ്ക്ക് വേണ്ടി. ഇക്ക എന്നും ഇക്കയ്ക്ക് വേണ്ടി മാത്രമാ ജീവിച്ചേ. ഒരു ഗൾഫുകാരൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കേണ്ട ചോദ്യം. ആർക്ക് വേണ്ടിയാ ജീവിച്ചെന്ന് വീട്ടുകാര് ചോദിക്കും. ആർക്ക് വേണ്ടിയാ ജീവിച്ചെന്ന് നാട്ടുകാര് ചോദിക്കും. പിന്നെ പിന്നെ സ്വയം അങ്ങ് ചോദിക്കും, ആർക്ക് വേണ്ടിയാ ജീവിച്ചേ? പറയാനൊരു ഉത്തരമൊന്നും ഉണ്ടാവില്ലേ? വെളിച്ചത്തുനിന്ന് ഇരുട്ടിലേക്ക് തള്ളപ്പെട്ട ഒരു കുട്ടീന്റെ അവസ്ഥാവും അപ്പോ ഒന്നും പറയാൻ കഴിയാണ്ട് നെഞ്ചു പൊടിഞ്ഞു പോവേ. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച നീ ഒരു വിഡ്ഢിയല്ലടാ. സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മള്
ഒന്നിനും കൊള്ളാത്തവരാടോ. സലീമേ, നീ പറഞ്ഞില്ലേ ഇവൻ നിന്റെ ഈ ഇക്ക ഓന് വേണ്ടിയാ ജീവിച്ചേന്ന്. നിന്റെ 6 പെങ്ങന്മാരെ കല്യാണം, അവരുടെ പുയാപ്പിളാർക്ക് വിസയും നിന്റെ പഠിപ്പും, നിങ്ങൾക്കൊരു പൊരയുമൊക്കെ ഉണ്ടാക്കിയത് ഇവനൊരുത്തൻ മാട് പോലെ പണിയെടുത്തിട്ടാ, അല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടു വീണതൊന്നല്ല. ഇതൊന്നും അത്ര പെട്ടെന്ന് മറക്കരുത്. പടച്ചോൻ പൊറുക്കൂല. പോട്ടെ കാതർക്ക, അവൻ ചെറിയ കുട്ടിയല്ലേ. കണ്ടോ കണ്ടോ ഓന്റെ കൽബിലെ പതപ്പ്. ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ ഇക്കാക്കൊരു ജീവിതം ഉണ്ടാവണമെന്ന്? 10-32 വയസ്സ് പോരാന്നുണ്ടോ ഒരു കല്യാണം കഴിക്കാൻ? കാതർക്ക, ഞാൻ അറിയൂല, നീ അറിയൂല. ഓന്റെ കൽബിന്റെ വേദന നീ അറിയൂല. പക്ഷേ എല്ലാം നീ അറിയണം. വേണ്ട കാതർക്ക. ഇനിയും മറച്ചു വെക്കണോ? എല്ലാം നെഞ്ചിലേറ്റി വീർപ്പ് മുട്ടി മരിക്കണോ? ഞാൻ പറയാം,